ഹായ് ടീം, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മോദി കെയർ കമ്പനി 18 വയസ്സുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെമ്പർഷിപ്പിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ 18 വയസ്സായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും മോദി കെയർ കമ്പനിയുടെ അംഗത്വം സൗജന്യമായിട്ട് ലഭിക്കാനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അത് അറിയില്ല. പല ആൾക്കാരും കരുതിയിട്ടുള്ളത് മോദി കെയറിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് പണച്ചെലവുണ്ട്, അതല്ലെങ്കിൽ ഒരു നിശ്ചിതമായ തുകയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങണം, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയമായിട്ടൊരു മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുക, മറ്റൊരാളുടെ സഹായമില്ലാതെ പോലും നിങ്ങൾക്ക് സ്വയമായിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് ചെയ്യേണ്ട കാര്യം, പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോദി കെയർ ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. മോദി കെയർ ആപ്പ്, MODICARE, മോദി കെയർ APP ആപ്പ്, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ആ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നോക്കിയാൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും, ഏറ്റവും താഴെ. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 തരത്തിൽ മോദി കെയറിൽ മെമ്പർഷിപ്പ് ലഭിക്കും. ഒന്ന് അഡ്വൈസർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അത് മോദി കെയറിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഓപ്ഷൻസും എല്ലാം കിട്ടുന്നതാണ് അഡ്വൈസർ. ഇനി അതേ സമയത്ത് മോദി കെയറിൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല, പ്രോഡക്റ്റ് ഉപയോഗിക്കാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ രണ്ടാണെങ്കിലും നമുക്ക് നഷ്ടമില്ല, പണം ചിലവാക്കേണ്ടാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ താല്പര്യമാണെങ്കിൽ അഡ്വൈസർ തന്നെയാണ് സെലക്ട് ചെയ്യാൻ നല്ലത് എന്നാണ് ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ അഡ്വൈസർ സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്നമർത്തുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം കാണിക്കുന്നത് സ്പോൺസർ MA നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. അതായത് നിങ്ങളെ ആരാണ് ഈ ഇതിലേക്ക് സ്പോൺസർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ MA നമ്പർ, മോദി കെയർ അഡ്വൈസർ നമ്പറാണ് അവിടെ കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാം, 92398216. ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു MA നമ്പർ അവിടെ കൊടുക്കേണ്ടതുണ്ട്. മോദി കെയറിൽ ഓൾറെഡി മെമ്പറായിട്ടുള്ള ഒരാളുടെ MA നമ്പറാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ലെൻസ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കാണിക്കും. അപ്പോൾ എൻ്റെ MA നമ്പറിൻ്റെ താഴെ എൻ്റെ പേര് സീമോൻ CV എന്ന് കാണിക്കുന്നുണ്ട്. ഇനി പ്ലേസ്മെൻറ്റ് MA നമ്പർ എന്ന് പറയുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നേരെ താഴേക്ക് പോകാം. ഐ ആം അറ്റ്ലീസ്റ്റ് 18 years old, 18 വയസ്സ് നിർബന്ധമായിട്ട് നമുക്കുണ്ടായിരിക്കണം. തൊട്ട് താഴെ കാണാം ഐ ആക്സെപ്റ്റ് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് കാണുന്ന ആക്സെപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പേജിലെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം, ഒരു പേര് നമ്മൾ ടൈപ്പ് ചെയ്യുക. ആരെയാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ ടൈപ്പ് ചെയ്യാം. ലാസ്റ്റ് നെയിം, ഇനീഷ്യലി അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ വർഷം, ഒരു വർഷം സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷം സെലക്ട് ചെയ്യുക. കൂടെ മാസം, ഇപ്പോൾ ജനുവരി ആണെങ്കിൽ ജനുവരി ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇനി അത് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് 10-ാം തീയതി ആണെങ്കിൽ, ഇപ്പോൾ മാർച്ച് 10 ആണെങ്കിൽ 10 സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് താഴെ ടച്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ജെൻഡറാണ്, എന്താണ് നമ്മുടെ ആണോ പെണ്ണോ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ആണാണെങ്കിൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ, അതേഴ്സ് അത് ടൈപ്പ് ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കോ അപ്ലിക്കൻ്റ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യാതെ മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഇവിടെ കോ അപ്ലിക്കൻ്റ് ചെയ്ത് നിങ്ങളുടെ നോമിനി, നിങ്ങളുടെ കാലശേഷം ഈ ബിസിനസ്സിൻ്റെ വരുമാനം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്കത് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നീട് ആയാലും കുഴപ്പമില്ല. തൽക്കാലം കോംപ്ലിമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ നോക്കുമ്പോൾ ഫസ്റ്റ് നെയിം എന്താണ്, കോ അപ്ലിക്കൻ്റെ പേര്. ഞാനത് സാങ്കല്പികമായി ടൈപ്പ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ റീനാന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ ലാസ്റ്റ് നെയിം KV എന്ന് തൽക്കാലം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അടിക്കുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വർഷം അത് സെലക്ട് ചെയ്യുക, മാസം സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓക്കെ എന്നടിക്കുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ ആ പേജിലെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് പേജ്, ഇവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ഥലമാണ്. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട്
ടൈപ്പ് ചെയ്യണം. ഫ്ലാറ്റ് നമ്പർ, ഹൗസ് നെയിം എന്തൊക്കെയുള്ള അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ വെറുതെ ഓരോന്ന് ടൈപ്പ് ചെയ്യണം എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട്. അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് തൽക്കാലത്തേക്ക് ഞാൻ ഈ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യണത്. പിൻകോഡ് നിർബന്ധമാണ്. അപ്പോൾ അവിടെ ആ സ്ഥലം കാണിക്കും. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പ്രധാന സ്ഥലവും ജില്ലയിലും കാണിക്കും. ഇമെയിൽ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. പാൻ കാർഡ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഫുഡ് ലൈസൻസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അത് പിന്നീട് ചേർക്കാനും പറ്റും. പിന്നെ മൊബൈൽ നമ്പറാണ്. 2 മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ ഒരു നമ്പർ കൊടുത്തു, രണ്ടാമത്തെ ഒരു നമ്പർ വീണ്ടും കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ 2 മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് അടിച്ചാൽ നമുക്കൊരു പേജ് കാണാം. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ കേരള യൂസേഴ്സ് ടു സബ്മിറ്റ് KYC അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ KYC കൊടുത്താലാണ് നമുക്ക് ഇതിന് മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 18 വയസ്സായി എന്ന് പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓക്കെ അടിച്ചു. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഈ KYC പല ഡോക്യുമെൻറ്റ്സ് കമ്പനി സ്വീകരിക്കും. ആധാർ കാർഡ് ആവാം, വോട്ടർ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാസ്പോർട്ട് ആവാം. ഏതെങ്കിലും ഒന്ന് മതി. തൽക്കാലം ആധാർ കാർഡ് ഇവിടെ അടിച്ചു. അപ്പോൾ ആധാർ കാർഡിൻ്റെ ആ ഡോക്യുമെൻ്റ് നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. തൽക്കാലം ഒരു നമ്പർ ടൈപ്പ് ചെയ്തു. എന്നിട്ട് താഴെ കാണാം സെൻഡ് OTP അയച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഏത് നമ്പറിലാണോ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു OTP പോകും. ആ OTP അവിടെ എൻ്റർ ചെയ്യാനുള്ള സ്ഥലം കാണും. ഇനി അതല്ല മാനുവൽ ആയിട്ടാണെങ്കിൽ വെരിഫൈ മാനുവലി എന്നുള്ള വിൻഡോ ബട്ടൺ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം വെരിഫൈ മാനുവലി സെലക്ട് ചെയ്തു. അപ്പോൾ ആധാർ നമ്പർ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ശരിയാക്കാം. ഓക്കെ, എണ്ണം കൂടി പോയതുകൊണ്ടാണ് ഉണ്ടായത്. ഞാനൊരു സാങ്കല്പികമായിട്ടുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പേജ് വന്നു. മാൻഡേറ്ററി 2 ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫ്രണ്ട് പേജാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടച്ച് ചെയ്തു. ഗാലറി പോയിട്ട് നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു ഫ്രണ്ട് പേജ് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാം. ഇനി ബാക്ക് പേജും ഇതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്യാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചെയ്യണതാണ്. ഞാൻ ആധാർ കാർഡ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് നമ്പർ കൂടെ കണ്ടു. ഇനി ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വാർഡ് ഇതെല്ലാം നമ്മുടെ ആധാർ കാർഡിലുള്ളത് പോലെ തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ പിൻകോഡ് വരും. അവിടെ പിൻകോഡ് അടിക്കുക. സിറ്റി ഏതാണെന്ന് ചോദിക്കും. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി നിങ്ങൾക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പേജ് കഴിഞ്ഞു. നെക്സ്റ്റ് അടിക്കാം. ഇനി ഉള്ള നെക്സ്റ്റ് അടിച്ച പേജിലേ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. കമ്പനി നിങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ IFSC കോഡ്, നിങ്ങളുടെ ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ചിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ പേരെന്താണ്, അത് അക്കൗണ്ട് നമ്പർ 2 തവണ അടിക്കണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക് നിവർത്തി വെച്ച് 2 പേജും ആ ചട്ടയും അത് കവർ പേജും അതിൻ്റെ ഫസ്റ്റ് പേജും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ താഴെ അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് അത് അപ്ലോഡ് ചെയ്താൽ ബാങ്കിൻ്റെ പാസ്ബുക്കും ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. ഓക്കെ, അത് ഫസ്റ്റ് ടൈം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സബ്മിറ്റ് അടിച്ചാൽ ഒരു പുതിയ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജായിട്ട് വരും. ആ വന്ന മെസ്സേജിൽ നിങ്ങളുടെ മോദി കെയർ അഡ്വൈസർ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോദി കെയറിൻ്റെ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സബ്മിറ്റ് ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് ജനറേറ്റ് ആവും. ഇത്രയും കാര്യം നിങ്ങൾക്ക് സാധാരണഗതിയിൽ മോദി കെയറിൻ്റെ മെമ്പറാവാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ചെയ്യാവുന്ന കാര്യം. ഇതിലെന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക്
ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, തൽക്കാലം കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരവസരമാണ് മോദി കെയർ. പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.